എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ട്രഫാർഗറിലോ അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ ഡോഫ്ലമിംഗോയെ അറ്റാക്ക് ചെയ്യാണ്. 13 വർഷത്തിന് മുൻപ് നീ എന്ത് ചെയ്തോ അതിന് പകരം ചോദിക്കാനാണ് ഞാനിപ്പോ നിന്റെ അടുത്തേക്ക് വന്നത്. ഒരു കാരണവശാലും നിന്നെ ഇനി ഞാൻ ജീവനോട് കൂടെ വെക്കില്ല. നിന്റെ ബ്രദറിനെ കൊന്നതിന് അതിനുറപ്പായിട്ടും ഞാൻ നിന്നോട് പകരം ചോദിക്കുമെന്ന് പറഞ്ഞ് ട്രഫാർഗറിലോ അവൻ ഡോഫ്ലമിംഗോയെ പിടിച്ചു വലിച്ച് ചരം പൊച്ചറ അറ്റാക്ക് ചെയ്യും. പക്ഷെ ഡോഫ്ലമിംഗോ ആണെങ്കിൽ ട്രഫാർഗറിലോയുടെ എല്ലാ അറ്റാക്കിൽ നിന്ന് ഇതുവരമായിട്ട് രക്ഷപ്പെടുകയാണ്. മാത്രമല്ല അവനെ തിരികെയും അവൻ അറ്റാക്ക് ചെയ്യും. നീ എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും അതൊരു കാര്യമില്ല. ആക്ച്വലി നിനക്ക് ഇന്ന് നീ വിശ്വസിക്കുന്ന ഒന്നും നിന്റെ അല്ല. അതെല്ലാം തന്നെ മറ്റുള്ളവർ നിനക്ക് ദാനമായിട്ട് തന്നതല്ലേ. മാത്രമല്ല നീ എന്നോട് ഫൈറ്റ് ചെയ്യാൻ ആ സ്ട്രോഹാ ലൂഫിയുടെ സഹായം പോലും തേടി ആയിട്ട് ഒരു കാര്യം പോലും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു കഴിവ് കെട്ടവനാണ് നീ എന്ന് പറഞ്ഞ് ഡോഫ്ലമിംഗോ ആണെങ്കിൽ അവനെ പരിഹസിക്കും. ട്രഫാർഗറിലോയ്ക്കാണെങ്കിൽ അതൊക്കെ കേട്ട് ഒരുപാട് ദേഷ്യം തോന്നും. അവസാനമായിട്ട് ട്രഫാർഗറിലോയോട് പറഞ്ഞ കാര്യം അതിപ്പോ അവന്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. അവന്റെ ഒരേ ഒരു ലക്ഷ്യം അത് മറ്റൊന്നും ആയിരുന്നില്ല. ഡോഫ്ലമിംഗോയെ തടയുക. അവൻ ഇനി ഒരിക്കലും ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യാൻ പാടില്ല. അവൻ കാരണം ആരുടെയും ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതായിരുന്നു അവന്റെ ലക്ഷ്യം. സോ ബ്രോ ഒരുപാട് കഷ്ടപ്പെട്ട് ദാനമായി ട്രഫാർഗറിലോയ്ക്ക് കൊടുത്ത ലൈഫ് അത് ബ്രോഡ് ആഗ്രഹം നിറവേറ്റാനാണ് ഇപ്പൊ ട്രഫാർഗറിലോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഡോഫ്ലമിംഗോയെ വെറുതെ വിടാൻ ട്രഫാർഗറിലോ അവൻ തയ്യാറല്ല. നിന്നെ ഞാൻ എന്റെ വരുതിയിൽ കൊണ്ടുവരും. നിന്റെ സ്മൈൽ ഫാക്ടറി അതടക്കം എല്ലാം നശിപ്പിച്ച് നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കുന്നു പറഞ്ഞ് അവർ രണ്ടുപേരും വീണ്ടും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ലൂഫിയെ കാണിക്കും. അവനാണെങ്കിൽ ദിവസങ്ങളായിട്ട് ആ ബെലമിയും ഡോഫ്ലമിംഗോയുടെ ക്ലൗണുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവനാണെങ്കിൽ ഡിഫറെന്റ് കളറൊക്കെയുള്ള ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ ലൂഫിയെ അറ്റാക്ക് ചെയ്യും. ലൂഫി ആണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവർ രണ്ടുപേരെയും വെട്ടിത്തിരിപ്പിച്ച് ഓരോ ഭാഗത്തേക്ക് ഓടും. ഈ 2 മണക്കൂസുകളെയും ഞാൻ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞ് അവൻ ഓടി അടുക്കും. ഡോഫ്ലമിംഗോയുടെ ക്ലൗൺ ആണെങ്കിൽ ബുദ്ധിപരമായിട്ട് ഇപ്പൊ ബെലമിയെ പിടിച്ച് മുൻപിൽ നിർത്തും. ലൂഫിയുടെ കിട്ടിയ എല്ലാം തന്നെ ബെലമി അവന്റെ നെഞ്ചിൽ ഏറ്റുവാങ്ങുകയാണ്. അതേസമയം ട്രഫാർഗറിലോ ഇപ്പൊ ഡോഫ്ലമിംഗോട് ചോദിക്കും, നീ ലൂഫിയെ എങ്ങനെയാണ് കരുതണേ? അവന്റെ പവർ അത് നിനക്കറിയോ? അതിന് ഡോഫ്ലമിംഗോ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഞാൻ അവനെ ഒരു ഓപ്പണന്റ് ആയിട്ട് പോലും കണ്ടിട്ടില്ല. അത് ചെറിയൊരു നരുന്ത് പയ്യനാണ്. അവൻ ആ മറുപടി പറയുന്ന ഗ്യാപ്പില് ഇപ്പൊ ട്രഫാർഗറിലോ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് ഡോഫ്ലമിംഗോയുടെ പുറകിൽ ആഞ്ഞു കുത്തുകയാണ്. പക്ഷെ ഡോഫ്ലമിംഗോ ആ സ്ക്വാഡ് കയ്യിൽ അങ്ങനെ ക്യാച്ച് ചെയ്യും. പക്ഷെ എന്താ ചെറുതായിട്ട് അവന്റെ കൈ മുറിഞ്ഞ് ചോര തൊടുമ്പോഴാണ്. ട്രഫാർഗറിലോ വീണ്ടും ലെറ്റർ ഡി അതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ ചോദിക്കും. ഡോഫ്ലമിംഗോ ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും. ഓ ലൂഫിയുടെ ആ ഒരു ഡി ലെറ്റർ ആണല്ലേ നീ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് എന്നോട് ചോദിക്കാൻ കാരണം? അവൻ മാത്രമല്ല ഡി, ഞാനും ഡി ആണ്. ഞാനൊരു സെലസ്റ്റിയൽ ഡ്രാഗൺ ആണെന്ന് പറഞ്ഞ് ട്രഫാർഗറിലോയെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഇപ്പൊ വയലറ്റിനെ കാണിക്കും. അവളാണെങ്കിൽ നടക്കുന്ന ഫൈറ്റ് എല്ലാം തന്നെ അപ്പോ അവളാണെങ്കിൽ ഇപ്പൊ അവളുടെ പപ്പയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവൾക്കാണെങ്കിൽ ആ ഫൈറ്റ് കാണുമ്പോൾ കുറച്ച് പേടിയാവും. കാരണം ഡോഫ്ലമിംഗോയുടെ പവർ അത് വളരെ കൂടുതലാണ്. അവൾ ഫൈറ്റിനെ ഇപ്പൊ 3ആയിട്ട് തരംതിരിക്കും. ഒരു ഫൈറ്റ് നടക്കുന്നത് ആ റോയൽ പാലസിലാണ്, മറ്റൊന്ന് നടക്കുന്നത് ആ പിക്കാ സ്റ്റാച്ചുവിന്റെ താഴെ, മറ്റൊന്ന് ആ സ്മൈൽ ഫാക്ടറിയിലും. ഇങ്ങനെ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്തു പോയാൽ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടും. ഇവിടെ ഉസോപ്പിന് സ്മൈൽ ഫാക്ടറിയിൽ നടക്കുന്ന ആ ഒരു ഫൈറ്റ് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ കുറച്ച് പേടിയാവും. കാരണം അവിടെയാണ് ഇപ്പൊ ഏറ്റവും ഭീകരമായിട്ട് ടെററായിട്ട് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാത്തിനും പുറമെ ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റൻസ് ഡെലിഞ്ചർ, ലാവോജി, അങ്ങനെ ആ ഒരു ടീം അവരെല്ലാവരും ഓരോ ലെവലുകളിലായിട്ട് നിന്ന് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ ഏറ്റുമുട്ടുകയാണ്. ഫാക്ടറിയിലാണെങ്കിൽ ആ പിങ്ക് വില്ലനും നമ്മുടെ ഫ്രാങ്കിയും അവരാണെങ്കിൽ ഒരുപാട് നേരമായി നിർത്താതെ ഫൈറ്റ് ചെയ്യാണ്. ആ പിങ്ക് വില്ലനാണെങ്കിൽ അതിനിടയിൽ ഒരു പൂച്ചയെ സഹായിച്ചു. ആ പൂച്ചയാണെങ്കിൽ ഇപ്പോൾ അവനോട് താങ്ക്സ് പറയും. ഫ്രാങ്കിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ട് ചത്താ മതിയെന്നാവും. അതേസമയം നമ്മുടെ ആൾക്കാരെ ഓരോരുത്തരായിട്ട് കാണിക്കും. അവർക്ക് എല്ലാവർക്കും ഫൈറ്റിൽ ഒരുപാടധികം പരിക്കുകൾ ഇപ്പൊ പറ്റിയിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇവിടെ ലൂഫിയുടെ കൺട്രോൾ പോവും. അവൻ കൈ ചുരുട്ടി ഡോഫ്ലമിംഗോയെ ഞെട്ടിക്കും. ഡോഫ്ലമിംഗോ ആണെങ്കിൽ അവന്റെ സ്ട്രിങ് വെച്ച് ലൂഫിയെ തിരികെ അറ്റാക്ക് ചെയ്ത് ലൂഫിയുടെ അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ബെലമിയെ അങ്ങനെ അവന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ലൂഫിക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ. എങ്ങനെയെങ്കിലും ബെലമിയെ എന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കണം, അല്ലെങ്കിൽ എന്റെ അടി മുഴുവൻ അവനായിരിക്കും കിട്ടുക. ആ ഡോഫ്ലമിംഗോ അവനൊരു ഷീൽഡ് ആയിട്ടാണ് ബെലമിയെ ഉപയോഗിക്കുന്നത്. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ കൈറോസിനെയും ആ ഡീമണ്ടേയും കാണിക്കും. അവരാണെങ്കിൽ ആ ഫ്ലവർ ഫീൽഡിൽ നിന്ന് ഒരുപാട് സമയമായി നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഡീമണ്ടേയോട് നമ്മുടെ കൈറോസിന് ഒടുങ്ങാത്ത ദേഷ്യമാണ്. കാരണം കൈറോസിന്റെ ഭാര്യയെ അവളെ കൊന്നത് ഈ ഡീമണ്ടയാണ്. ദേഷ്യത്തിൽ പല്ല് കടിച്ച് കൈറോസ് അവനങ്ങനെ ചാടി വന്ന് ഡീമണ്ടയെ ഒരൊറ്റ വെട്ട്
ചോര തുളുമ്പി ഇപ്പൊ ഡേമണ്ടെ അവൻ താഴേക്ക് വീഴാണ്. ആദ്യമായിട്ടാണ് ഡേമണ്ടെ ഒരാള് അറ്റാക്ക് ചെയ്യുന്നത്. ദേഷ്യവും വെറിയും ഒക്കെ കൂടിക്കലർന്ന് കണ്ണു കാണാതായ ഡേമണ്ടെ ഇപ്പൊ അവന്റെ ഒരു പ്രത്യേക പവർ ഉപയോഗിക്കുകയാണ്. ആ ഒരു വലിയ പവറിൽ ആ ഒരു ഫ്ലവർ ഫീൽഡ് അതിപ്പോ കടലിന്റെ അലകൾ പോലെ അങ്ങനെ അലയടിക്കാനായിട്ട് തുടങ്ങും. ഡേമണ്ടെ ആണെങ്കിൽ ഇപ്പോ കൈറോസിനെ നോക്കി ചിരിക്കും. കാരണം അവന്റെ ഈ ഒരു പവറിൽ കൈറോസിനെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അവന്റെ 32 പല്ലും കാണിച്ച് കൈറോസിനെയും റബേക്കയെ നോക്കി ചിരിക്കുകയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എൻ്റെ ഈ ഒരു പവറിൽ സ്റ്റേബിൾ ആയിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇതില് എന്നെ കൊണ്ട് മാത്രമേ ഫൈറ്റ് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് കൈറോസിനെ ലക്ഷ്യമാക്കി ഓടി അടുക്കും. അതേസമയം റോബിന് അവളുടെ ഹാർട്ട് ബീറ്റ് കൂടി വരികയാണ്. റബേക്കയെ തനിച്ച് വിട്ടത് ഓർക്കുമ്പോൾ അവൾക്ക് ചെറിയ കുറ്റബോധം തോന്നും. പക്ഷെ അവളുടെ മുൻപിൽ അപ്പോൾ വേറെ വഴിയില്ലായിരുന്നു. അവിടെ സത്യത്തിൽ എന്താ നടക്കണമെന്ന് റോബിന് അറിയില്ല. റോബിന്റെ ടെൻഷൻ കാണുമ്പോൾ ആ പച്ചത്തലയും പറയും, മാഡം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് വേണമെങ്കിൽ മുകളിലേക്ക് അവളുടെ അടുത്തേക്ക് പോയിക്കോളൂ. ഈ വില്ലന്മാരുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാന്ന് പറയും. റോബിൻ അവനെ ഒറ്റയ്ക്ക് അവിടെ വിട്ടിട്ട് പോവാൻ ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ അവന്റെ കോൺഫിഡൻസും പവർഫുൾ അറ്റാക്കൊക്കെ കാണുമ്പോൾ അവൾ മറ്റൊന്നും ആലോചിക്കാതെ അവളുടെ കാലുകൾ ഒരു പടി പോലെ ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് ചാടി ഓടുകയാണ്. ഇവിടെ നമ്മുടെ ചുന്ദര പൈറട്ട് അവന്റെ കയ്യിൽ കിട്ടിയതും മുൻപിൽ വന്നവരുമായ എല്ലാ വില്ലന്മാരെയും അങ്ങനെ അച്ചറം പൊച്ചറം വെട്ടി വീശും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ലെവൽ 2 കാണിക്കും. അവിടെ ഐഡിയ ആണെങ്കിൽ ആ ഡെലിഞ്ചറുമായിട്ട് കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ഹൈറുദ്ദീൻ ആണെങ്കിൽ ആ ജയന്റുമായിട്ട് ഫൈറ്റ് ചെയ്യും. ഹൈറുദ്ദീന് അത്രയും വലുപ്പമൊക്കെ ഉണ്ടെങ്കിലും ജയന്റിന്റെ മുൻപിൽ അവൻ വെറും ശിശുവാണ്. സായാണെങ്കിൽ ആ ബേബി ഫൈയുമായിട്ട് ഏറ്റുമുട്ടും. മറ്റൊരു ഭാഗത്ത് ആ ലാവോജി അവനാണെങ്കിൽ ഈസി ആയിട്ട് താടിക്കാരൻ അപ്പാപ്പനെ പിടിച്ചു വലിച്ച് ഇങ്ങോട്ടും ആഞ്ഞടിച്ച് അലക്കി എടുക്കുകയാണ്. ഇവിടെ നമ്മുടെ ലിയോയും അവന്റെ ഫ്രണ്ട്സും അവരുടെ ഒരേ ഒരു ലക്ഷ്യം അവരുടെ ലിറ്റിൽ പ്രിൻസസിനെ എത്രയും വേഗം കണ്ടെത്തുക എന്നത് മാത്രമാണ്. സോ മുൻപിൽ പ്രതിബന്ധമായിട്ട് വരുന്ന ഓരോരോ ശത്രുക്കളെയും അവർ വെട്ടിയെറിഞ്ഞ് പ്രിൻസസിനെ ലക്ഷ്യമാക്കി ഓടും. പ്രിൻസസ് ആണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ രക്ഷിക്കാൻ ആരെങ്കിലും വരും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ അങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവിടെ സോറോ ആണെങ്കിൽ ഒരുപാട് നേരമായിട്ട് ആ പിക്കയായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അവന്റെ 3 സ്ക്വാഡ് സ്റ്റൈല് അതൊക്കെ ഒരുപാട് തവണ ഉപയോഗിച്ച് ആ പിക്കയെ ഡിഫീറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവൻ എപ്പോഴൊക്കെ അവന്റെ പവർ ഉപയോഗിക്കുന്നോ അപ്പോഴൊക്കെ പിക്ക അത് വെറും സ്റ്റാച്യു ആക്കി മാറ്റിക്കൊണ്ട് രക്ഷപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് സാബോ അല്പനേരത്തേക്ക് ഫൈറ്റൊക്കെ നിർത്തിവെച്ച് തകർന്നു വീഴുന്ന ബിൽഡിംഗ് അതിനെ എല്ലാം ഹോൾഡ് ചെയ്ത് ജനങ്ങളെ സേവ് ചെയ്യാണ്. ആക്ച്വലി ഡോഫ്ലമിംഗോയുടെ ആ ഒരു കേജ് ട്രാപ്പ് അതുള്ളത് കൊണ്ടാണ് അവർക്ക് ആർക്കും ജനങ്ങളെ രക്ഷിക്കാൻ കഴിയാത്തത്. ഇതില്ലായിരുന്നുവെങ്കിൽ സാബോ അവൻ ഈസി ആയിട്ട് ജനങ്ങളെ എല്ലാം അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തേനെ. കവോളയാണെങ്കിൽ ഇപ്പൊ ആ പാലസ് ലക്ഷ്യമാക്കി ഓടും. ഇവിടെ വയലറ്റ് തീർത്ത് പറയും, ഇനി ഒരുപാട് നേരം ഈ ഫൈറ്റ് ഉണ്ടാവില്ല. വിധി ഒരുപക്ഷെ നമുക്ക് പ്രതികൂലമാവാനാണ് സാധ്യത. ഡോഫ്ലമിംഗോയുടെ ഈ ഒരു പവർ അത് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം നമുക്ക് ഇവിടുന്ന് പുറത്തു പോകാനാവില്ല. അവന്റെ അസിസ്റ്റൻസ് എല്ലാവരും ചേർന്ന് നമ്മുടെ ആൾക്കാരെ ഓരോ നിമിഷം കഴിയുന്തോറും ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുകയാണ്. അവള് പറയുന്നത് കേൾക്കുമ്പോൾ അവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഒരുപാട് പേടിയാവും. പ്രത്യേകിച്ച് നമ്മുടെ ഉസോപ്പിന്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആൾക്കാണെങ്കിൽ യാതൊരു കൂസലുമില്ല. ആരെയും ഹെൽപ്പ് ചെയ്യാതെ ഗഹനമായിട്ട് എന്തൊക്കെയോ ചിന്തിച്ച് അങ്ങനെ ഒരു മൂലക്കിരിക്കും. ഇവിടെ ട്രഫാർഗറിലോ അവൻ വീണ്ടും റൂം ക്രിയേറ്റ് ചെയ്ത് ഡോഫ്ലമിംഗോയുടെ വയറിന്റെ ഭാഗം അത് ലക്ഷ്യമിടുകയാണ്. അപ്പൊ ട്രബോൾ ആണെങ്കിൽ നോർമലായി മാറി അവൻ ഡോഫ്ലമിംഗോയ്ക്ക് സിഗ്നൽ കൊടുക്കും. ഡോഫ്ലമിംഗോ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ട്രഫാർഗറിലോ കത്തി കുത്തി ഇറക്കും. ലോയാണെങ്കിൽ ഡോഫ്ലമിംഗോട് പറയും, നിനക്കൊരു കാര്യം അറിയോ, നിന്റെ ബ്രദറിന് എന്നെ കൊല്ലാൻ കഴിയുമായിരുന്നു. പക്ഷേ അവന്റെ നേച്ചർ നിന്റെ പപ്പയുടെയും അമ്മയുടേതും പോലാണ്. അതുകൊണ്ടാണ് നിന്നെ അവൻ വെറുതെ വിട്ടത്. അവന് വേണ്ടി ട്രിഗർ അത് പുള്ളി ചെയ്യാനാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് ലോ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.